അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ജയറാമേട്ടനും കാളിദാസ് ജയറാമും ഒരുമിച്ച് അഭിനയിച്ച ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ആശകളായിരം നടിത്തപ്പടം ആ സിനിമയുടെ ഒരു ഡിസ്കഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. സിനിമ നമ്മൾ FDFS ഞാൻ കണ്ടതാണ്. നമ്മുടെ ഡിസ്കഷനും ഞങ്ങളെല്ലാം ഒത്തുകൂടാൻ പതിവ് പോലെ ലേറ്റ് ആയതുകൊണ്ടാണ് ആസ് യൂഷ്വൽ. അപ്പോൾ നമുക്ക് സിനിമയെപ്പറ്റി സംസാരിക്കണമെങ്കിൽ ഇതിൻ്റെ ഡയറക്ടർ ജി പ്രജിത്ത്, അതായത് നമ്മുടെ വടക്കൻ സെൽഫിയുടെ ഡയറക്ടറാണ്. അപ്പോൾ വടക്കൻ സെൽഫിക്ക് ശേഷം അദ്ദേഹം ഒരു പടം ചെയ്തു. നമ്മൾ ആക്ച്വലി ട്രെയിലർ റിയാക്ഷനിൽ അത് പറയാൻ വിട്ടുപോയി. ഇദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമ എന്നാണ് പറഞ്ഞിരുന്നത് ട്രെയിലർ റിയാക്ഷനിൽ. ഇദ്ദേഹത്തിനിടയ്ക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിട്ടുണ്ട്. ബിജു മേനോനെ കാണിച്ചല്ലേ, അത് സീരിയസ് മോഡൽ അല്ല, അതും ഇച്ചിരി ഫണ്ണുകൾ, ഒരു ലൈറ്റ് ഹാർട്ടഡ് ഫിലിമാണ്, ഒരു ഗ്രാമത്തിൽ കഥ. പക്ഷേ ഈ ആശകളായതുകൊണ്ട് കാണുമ്പോൾ ഈ മൂന്ന് സിനിമകളുടെയും ഇത് ഇന്ന ഡയറക്ടറെ ആണെന്ന് പറയാവുന്ന കൈൻഡ് ഓഫ് പടമല്ല ഈ മൂന്നും. ഒന്ന് കംപ്ലീറ്റ്ലി, അതായത് എനിക്ക് മനസ്സിലായത് പുള്ളിയുടെ വരുന്ന സ്ക്രിപ്റ്റ് അത് എഴുതുന്ന ആരാണോ അവരുടെ ഒരു മൂഡ് ഓഫ് പടമായിട്ടാണ് നമ്മൾ ഫൈനലി വരുന്നതെന്ന് തോന്നുന്നു. ഈ വടക്കൻ സെൽഫി കാണുമ്പോൾ നമുക്ക് വിനീത് ശ്രീനിവാസന്റെ ഒരു ടച്ച് ഉണ്ടല്ലോ അതിനകത്ത്. അതായത് ഒരു ഡയറക്ടറുടെ ഇൻപുട്ട് വളരെ കുറവാണെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു പടമായിട്ട് ഇതും തോന്നുന്നു. ഇതും കാണുമ്പോഴും നമുക്ക് ഇതിലും അങ്ങനെ ഒരു ജൂഡിന്റെ ടൈപ്പ് ഓഫ് കുറച്ച് സീക്വൻസ് ഉണ്ട്. അറിയില്ല, എന്നാലും അങ്ങനെയാണ് ഒരു പുള്ളിക്കൊരു സ്റ്റൈലുണ്ട്, അല്ലെങ്കിൽ ഈ ഡയറക്ടറുടെ ആണ് ഇതെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റാത്ത രീതിയിലുള്ള, എസ്പെഷ്യലി ആ സിനിമയുടെ പുള്ളിയുടെ അടുത്ത് വരുന്ന സ്ക്രിപ്റ്റ് എങ്ങനെയാണോ ആ ലൈനിലാണ് സിനിമ, ആ ലൈനിലേക്കുള്ള ഒരു സിനിമയായിട്ട് മാറുന്ന പോലെ ഒരു തോന്നൽ കാണുമ്പോൾ തോന്നുന്നുണ്ട്. കാരണം ഇത് മൂന്നും ഒരാളാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ വടക്കൻ സെൽഫി വേറെ ഒരു മീറ്ററാണ്. അത് കഴിഞ്ഞ് ചെയ്ത പടം തമ്മിൽ എനിക്ക് അതെ വടക്കൻ സെൽഫിയാണ് നമ്മൾ കണ്ടതിൽ ഇപ്പം മൂന്ന് പടത്തിൽ ബെറ്റർ പടമായിട്ട് നമുക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആശകളായിരം എന്ന് പറയുന്നത് ഒരു വളരെ ലൈറ്റ് ഹാർട്ടായിട്ടൊരു പടമാണ്. ഒരു ഫാമിലിക്ക് പോയി കാണാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു സിനിമയാണ്. വലിയ സംഭവ വികാസങ്ങളൊന്നും നടക്കാത്ത വളരെ വളരെ ലളിതമായിട്ടുള്ള ഒരു സിനിമയാണ്. എവിടെയൊക്കെയോ ഒരു സത്യനന്ദിക്കാടിൻ്റെ വൈബ്, അല്ലെങ്കിൽ സത്യനന്ദിക്കാട് സിനിമകൾ എന്ന് നമ്മൾ പറയുന്നൊരു സ്റ്റൈലുണ്ടല്ലോ, ആ സ്റ്റൈലിൽ കംപ്ലീറ്റ് അല്ലെങ്കിലും അങ്ങനത്തെ ഒരു അതിനോട് കൂട്ടിവെക്കാൻ പറ്റുന്ന ലൈൻ ഓഫ് ഒരു ഫീലുള്ള ഒരു പടം. ഈ 80s 70s ഇറങ്ങിയ പടങ്ങൾ അതേ ടെക്നിക്കാലിറ്റിയിൽ ഇന്ന് ഷൂട്ട് ചെയ്ത ആ ലൈൻ ഓഫ് പടമാകുന്നതാണ്. അപ്പം ഈ സത്യനന്ദിക്കാടിന്റെ പടങ്ങൾ ഇപ്പൊ കുറച്ച് അപ്ഡേറ്റഡ് ആണെന്ന് വേണേൽ പറയാം. അപ്പൊ അതിന്റെ ഐഡിയ ഭയങ്കര എക്സ്പ്ലോർ ചെയ്തിട്ടില്ല പടത്തിൽ. അതിന്റെ പീക്ക്, ആ ഐഡിയയുടെ പീക്ക് എലമെന്റ് വരുന്നത് ഫസ്റ്റ് ഹാഫിന്റെയും പകുതിക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഒരുപാട് എക്സ്പ്ലോർ ഒരുപാട് കാര്യങ്ങൾ കാണിക്കാം. കാരണം അച്ഛനും മകനും ഒരേ ഡ്രീം എന്ന സംഭവം ഉണ്ടല്ലോ, അത് രണ്ടുപേർക്ക് സിനിമ, അച്ഛനും ജോലി കൊടുത്തു മകനെ പോലെ. എന്നിട്ട് അതിന്റെ ഭയങ്കര എലമെന്റ് ഇതാണ്, അതായത് വിസിബിൾ അല്ലല്ലോ, വിസിബിൾ അല്ല അത് മാത്രമേ ഉള്ളൂ പടത്തില്ല. അപ്പം നമുക്ക് സ്പോയിലർ ഫീൽഡ് ഡിസ്കഷനിലേക്ക് പോകാം. അപ്പോൾ ഈ സിനിമയുടെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത് തന്നെ സിനിമയിൽ അഭിനയിക്കണം ആഗ്രഹിച്ച് നടക്കുന്ന ഒരു മകനും വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി നടക്കുന്ന ഒരു അച്ഛൻ. അപ്പോൾ ഈ അച്ഛൻ ഈ മകനെ എപ്പോഴും ഇങ്ങനെ നടന്നാൽ മതി, പണിക്കും പോടാന്ന് പറയുന്ന കൈൻഡ് ഓഫ് ഒരു കോമൺ ക്ലീശ നമ്മുടെ ഇഷ്ടം പോലെ വന്നിട്ടുള്ള അല്ലല്ലോ ഒരു ക്ലീശ അച്ഛൻ. ഒരു ക്ലീശ അച്ഛനും ഈ സബ്ജക്ട്, ഈ മകൻ സിനിമ അച്ഛൻ അതിന് എതിർപ്പ് എന്നുള്ള സാധനമല്ലേ, അത് തന്നെ ഒരു ക്ലീശയാണ്. അപ്പോൾ അതിലും ഈ പറഞ്ഞാൽ അച്ഛൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മുടെ യൂഷ്വൽ അച്ഛൻ എന്ന് പറയുന്നതല്ലേ, അതായത് മക്കള് പഠിത്തം കഴിഞ്ഞാൽ ജോലി ചെയ്യണം, ജോലി എടുക്കഴിഞ്ഞാൽ വിവാഹം കഴിക്കണം, ആ ലൈൻ പോകുന്ന ഒരു അച്ഛൻ. അപ്പോൾ ഈ അച്ഛൻ്റെ ക്യാരക്ടർ ഇങ്ങനെ മകനോട് ഇതിൽ പണിക്കാൻ പോകുന്നു. പക്ഷേ മകനെ സംബന്ധിച്ചോളം എനിക്ക് ആഗ്രഹങ്ങളുണ്ട്, എനിക്ക് ഇങ്ങനെ ജീവിച്ച പറ്റത്തില്ല എന്ന് പറഞ്ഞ് സിനിമയുടെ പുറകെ നടക്കുന്ന ഒരു ലേസി ആയിട്ടുള്ളൊരു മകൻ. ഒരു സിറ്റുവേഷനിൽ ഈ അച്ഛന് സിനിമയിൽ അഭിനയിക്കാൻ ഒരു അവസരം കിട്ടുന്നു. അപ്പോൾ അതിനുശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഈ പടത്തിൻ്റെ ഒരു രസകരമാവേണ്ടിയിരുന്ന പരിപാടി. അതാണ് ഇനി പടം അതിലേക്കാണ് നമ്മൾ വിചാരിക്കും. പക്ഷെ അവര് എനിക്ക് തോന്നുന്നു ഈ പടം സെറ്റ് ചെയ്യുന്ന ടോണില്ലേ, അവിടെ അത് മാറ്റി ചിന്തിച്ചിരുന്നെങ്കിൽ ഇതിപ്പോ ഒരു ലൈറ്റ് ഹാർട്ടഡ് ഫാമിലി ഡ്രാമ ഇത് വെച്ച് ചെയ്യാമെന്ന് അവർ തീരുമാനിച്ചാണ്. അവിടെയാണ് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ കോമിക്കൽ ഒരു സംഭവം ആക്കിയെന്നെങ്കിൽ കളർഫുൾ മാസ് മസാല ഈ ലൗഡർ കോമഡി ആയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ആ വീട്ടിനകത്ത് തന്നെ നിർത്തി കുറച്ച് തമാശകൾ ഇറക്കിയായിരുന്നു. പക്ഷെ അതിലേക്ക് അവർ പോകുന്നില്ല. ഇത് പിന്നെ മറ്റേ മെലോ ഡ്രാമ ഒക്കെ ആയിട്ട് പോയി അങ്ങനെ ഇന്ന് അവസാനിക്കുകയാണ്. അപ്പം ലാസ്റ്റ് അമ്മയൊക്കെ വന്നിട്ട് കുറച്ച് അതിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ വളരെ പ്രെഡിക്റ്റബിൾ ആയിട്ട് ഇത് പോകുന്നത്. നമ്മൾ കണ്ട് ശീലിച്ച സിനിമകൾ എല്ലാം ഇങ്ങനെ വരും. അപ്പം അത് സമയമെടുത്താണ് ആ ഏരിയ. ഫസ്റ്റ് ഹാഫ്
കുറച്ച് ലൈറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തീരും. ഫസ്റ്റ് ഹാഫ് ഇൻട്രോയിലാകുമ്പോൾ നമ്മൾ ഇത് ഭയങ്കര പെട്ടെന്ന് ഇൻട്രോയിലായാലും തോന്നും. 2:10 2:10 കണ്ട പടം. 1 മണിക്കൂറേ ഉള്ളൂ. 1 മണിക്കൂർ എത്തിയില്ലെന്ന് തോന്നുന്നു ഫസ്റ്റ് ഹാഫ്. അത് പെട്ടെന്ന് പോകുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് നമ്മൾ പറയുമല്ലോ അയ്യോ പെട്ടെന്ന് തീർന്നല്ലോ, അത് ഡയറക്ടർ കേട്ടിട്ട് സെക്കൻഡ് ഹാഫ് നല്ലപോലെ അറിയിക്കില്ല. അയ്യോ പെട്ടെന്ന് തീർന്നു പോയത് അവർ പറയും. അങ്ങനെയാണ് സെക്കൻഡ് ഹാഫ് കുറച്ച് സമയം കൊണ്ട് കാണേണ്ടവർ എന്ന് പറയുന്നില്ല. ബേസിക്കലി ഇത് കാണാൻ നമ്മളെ ഇരുത്തി മുഷിപ്പിച്ച് പണ്ടാണ്ട് അങ്ങനെയൊന്നുമില്ല. എന്നാലും നമുക്ക് ആ സെക്കൻഡ് ഹാഫ് കാണുമ്പോഴേക്കും നമ്മൾ അതിനകത്ത് ഭയങ്കര പ്രഡിക്റ്റബിലിറ്റിയും പിന്നെ ഈ ഒരു ഇടത്ത് കിടന്ന് കുറച്ച് നേരം കറങ്ങും പടം. അപ്പം പിന്നെ നമുക്ക് വലിയ മുമ്പിലോട്ട് ഒരു കാര്യങ്ങളൊന്നും പുതുതായിട്ട് സംഭവിക്കാനില്ല. അതായത് നമുക്കറിയാം ഇത് എങ്ങനെ പോയി അവസാനിക്കും. ഇപ്പൊ ഈ ക്ലൈമാക്സിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ എന്നോട് പറഞ്ഞു അത് ഇപ്പൊ ഇവിടെ ഇന്നാൾ വരും കറക്റ്റ് ഇങ്ങനെ അവർ വന്നിട്ട് ഇത് കേട്ടോണ്ട് വരും, അവരിവിടെ സൊല്യൂഷൻ നടക്കും. അത് കറക്റ്റ് അതുപോലെയൊക്കെ തന്നെ നടക്കും. അപ്പൊ നമുക്കിങ്ങനെ പ്രഡിക്റ്റബിലിറ്റി ആണെന്ന് തോന്നുന്നു ഈ പടത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. അതായത് നമുക്ക് ഈ പ്ലോട്ട് പോയിന്റ് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാമല്ലോ ഇനി ഇതിനകത്ത് ഒരുപാട് പ്ലേ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് പ്രഡിക്റ്റബിൾ അല്ലാത്ത രീതിയിൽ തന്നെ കൊണ്ടുപോകാനൊക്കെ സാധിക്കും. പക്ഷെ ഇത് അല്ല അവരെ എസ്റ്റാബ്ലിഷ് ഇവര് തമ്മിലുള്ള ഒരു ചാലഞ്ച് വെക്കത്തില്ലേ, ആ ചാലഞ്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ അതെ ഞാൻ വിചാരിച്ചു സെക്കൻഡ് ഹാഫ് നമ്മൾ തുടങ്ങി ആ പോയിന്റ് വരെ കുറച്ച് ഡൗൺ ആണല്ലോ. ആ പോയിന്റ് എന്ന് ഞാൻ ഓക്കെ സെക്കൻഡ് ഹാഫിലെ മെയിൻ പോയിന്റ് അതായത് നമ്മുടെ അടുത്ത ബീറ്റ് പോയിന്റ്സ് എന്ന് പറയുന്ന പോലെ സെക്കൻഡ് ഹാഫിലെ ബീറ്റ് പോയിന്റ് ഇതാണ്. ഇവിടുന്ന് ഇനി പടം വീണ്ടും മേലോട്ട് കയറും തോന്നിയ ആ പോയിന്റിൽ നിന്ന് പിന്നെ നമ്മൾ സംഭവിക്കുന്നത് ഇങ്ങനെ നോർമൽ പരിപാടിയും കുറച്ച് ഇമോഷൻസും മറ്റേ ഈ പടം ലൗഡ് ആയിരുന്നെങ്കിൽ മറ്റേ 14-ാം രാവ് ഇടുമല്ലോ ആ പോയിന്റ് ഭയങ്കര ഹൈ വന്നേനെ. പക്ഷെ ഇത് ഓൾറെഡി പടം ഭയങ്കര തണുപ്പായതുകൊണ്ടാണ് എനിക്കത് പറയണം. ഞാൻ പറയാൻ പോകുന്ന ഒരു മെയിൻ നെഗറ്റീവില് എനിക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ട സാധനം മറ്റേ പാട്ട് പാടിയാണ് ഈ 14-ാം രാവ് എന്ന് പറഞ്ഞ സിനിമ ആ പാട്ടുണ്ടല്ലോ. ആ പാട്ട് ഓൾറെഡി ഭയങ്കര ഇപ്പോഴും നമ്മൾ ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു 2-3 ആഴ്ചക്ക് മുമ്പ് ഒരു കല്യാണത്തിന് ഈ പാട്ട് ഡാൻസ് കളിച്ചുകൊണ്ട് ഏത് പഴയ പാട്ട് ആ പാട്ടിന്റെ പുതിയ വെർഷൻ ഭയങ്കര ഡിസപ്പോയിന്റിംഗ് ആയിരുന്നു. അത് വിഷ്വലിയും ഭയങ്കര ഡിസപ്പോയിന്റിംഗ് ആണ്. മ്യൂസിക് വൈസും അത് ഭയങ്കര ഡിസപ്പോയിന്റിംഗ് ആയിരുന്നു. എസ്പെഷ്യലി അതിന്റെ വിനീത് ശ്രീനിവാസന്റെ വോയിസ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അതിന്റെ മൂഡില്ല. നമ്മളിങ്ങനെ വെറുതെ ഒരു പാട്ടിടുന്നു. ഓക്കെ ഞാൻ ഈ പാട്ട് തുടങ്ങി ഒരു ജനറിക് പാട്ട് ഇവിടെ വരുമല്ലോ, ഒരു കല്യാണ വീട് ഇതിന്റെ അകത്ത് ഒരു ജനറിക് പാട്ടിന് ഒരു 2-3 വരി കഴിഞ്ഞപ്പോഴും ഇത് മറ്റേ പാട്ട് റിമിക്സ് അല്ലേ തോന്നി. കാരണം ഒരു എനർജി ഇല്ല. അതെ അല്ല ഒറിജിനൽ പാട്ട് ഇട്ടാൽ മതിയായിരുന്നു അവർക്ക്. അതെ ഒറിജിനൽ പാട്ടാണ്. കാരണം ഇതിപ്പോ അവിടെ പുതിയൊരു പാട്ടുണ്ടാക്കണ്ടല്ലോ. റൈറ്റ്സിന്റെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും. ഇപ്പൊ റൈറ്റ്സ് ഇല്ലേ റീമിക്സ് അവിടെ റൈറ്റ്സ് കൊടുക്കണോ നുവാൻസ് കാണുമല്ലോ, അത് അതുപോലെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അത് കാണത്തില്ല. അത്ര വലിയ നമ്മളിവിടെ ഇളയരാജ അല്ലല്ലോ അത് ചെയ്യുന്നത്. അതുകൊണ്ട് അത്രയും പ്രശ്നമൊന്നും കാണത്തില്ല. അതെ പടം ത്രൂ ഔട്ട് തോന്നി ഈ കാര്യം. അതായത് ഒരു പടത്തിനൊരു എനർജി ഇല്ല. ഈ ഡയറക്ഷൻ വൈസ് എല്ലാ സീനും കുറച്ച് ഫ്ലാറ്റ് ആയിട്ട് ഇങ്ങനെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഓടിപ്പോകുന്നുണ്ട്. അതെ അതായത് ഇതില് ഈ പറഞ്ഞ ജയറാമേട്ടന്റെ ഏറ്റവും ഫേമസ് മീം ഉണ്ടല്ലോ, ഏതാ പാപ്പേ ആ സാധനം കേട്ടാ നിങ്ങൾ ഇതേപോലെ പെട്ടെന്ന് ഈ മ്യൂസിക് പടത്തിന്റെ സ്ഥലത്ത് കയറി വരും. നമ്മളിങ്ങനെ അപ്പൊ നമ്മുടെ അല്ലെങ്കിൽ ഇതെന്തിനാ ഇപ്പൊ ഇവിടെ വന്നതെന്ന് ചോദിക്കും. അതിനവര് പ്രോപ്പറായിട്ട് സെറ്റപ്പ് ഇല്ല. ഭയങ്കര ഷോവാണ്. അപ്പൊ നമ്മളല്ലെങ്കിൽ ഇതെന്താണ് ഇത് ഇങ്ങനെ വരുന്നത്. ഇവരുദ്ദേശിക്കുന്നത് ഇതൊരു മെറ്റാ റെഫറൻസിന്റെ ഇപ്പോഴത്തെ ഒരു കളിയാണ് എല്ലാ പടത്തിലും. അല്ല അപ്പോഴാണ് അതിന്റെ ഒറിജിനൽ പീസ് ഇല്ലേ അതിന്റെ സ്റ്റേജിങ് അപ്പോഴാണ് ശരിക്കും പപ്പയുടെ ഒറിജിനൽ വെർഷൻ. ഇതും ഇതാണല്ലോ ഭയങ്കര സിമ്പിൾ. അതായത് മുമ്പിൽ രണ്ടുപേരിരിക്കുന്നു, നടുക്ക് ജയറാമേട്ടൻ നിൽക്കുന്നുണ്ട്, അവിടുന്ന് ക്യാമറ പുള്ളിയിലേക്ക് വരുമ്പോ അതാണ് സ്റ്റേജിങ്. ഇതിപ്പം ജയറാമേട്ടന്റെ സൈഡിൽ അങ്ങോട്ട് ചെവിടി ഇവിടെ നിൽക്കുക. അല്ല അത് മാത്രമല്ല ആ ഒരു സമയത്ത് ആ ക്യാരക്ടർ അതിനുള്ള ഇതായിട്ടില്ല. സെക്കൻഡ് ഹാഫിൽ ഇങ്ങനെ സിനിമ അഭിനയിക്കാൻ പോകുന്ന പറയുന്നില്ല. ആ ഒരു പോയിന്റിൽ വന്നിരുന്ന കുറെ കൂടി അത് തന്നെ അതിന്റെ പ്ലേസ്മെന്റ് തന്നെ കുറച്ച് ഷോ ആണ്. അതും ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് പ്ലേ ചെയ്യുന്നതേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിട്ട് ഉപയോഗിക്കുക. അപ്പൊ എന്നിട്ട് ഇവര് തന്നെ പറയുന്നുണ്ട് ഇത് നമ്മൾ ഇവിടെ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ലോജിക്കൽ എലമെന്റ് ലോജിക്കല്ല നമുക്കത് ലോജിക്കില്ല. മൊമെന്റ് ഫണ്ണായിരുന്നു. പക്ഷെ അത് നമുക്ക് അതാ പറഞ്ഞു ഈ പടം ലൗഡ് ആയിരുന്നു ആദ്യം പോലെ ലൗഡ് ആയിരുന്നെങ്കിൽ ഈ സംഭവം ഭയങ്കര ഈ സാധനം ഓക്കെ ആയിരിക്കും. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പടത്തിന്റെ മൂഡിനത് ചേരുമല്ലോ. ഇതെന്ന് പറഞ്ഞാൽ പടത്തിൽ ഇങ്ങനെ നോർമലായിട്ട് ഇങ്ങനെ സൈലന്റ് ആയിട്ട് പൊക്കൊണ്ട് പെട്ടെന്ന് ഈ സാധനം വരും. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ പടം അല്ലാതെ കുറച്ച് മുഷിച്ചിരിക്കുന്നവർക്ക് ആ മൊമെന്റ് കുറച്ച് ചിലപ്പം ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഇത് മറ്റേ നമ്മുടെ പെപ്പേ അത് കണ്ട് ചിരിച്ച ആൾക്കാരുണ്ട്. തിയേറ്ററിൽ ചിരിച്ച ആൾക്കാരുണ്ട്. അതില് ഫസ്റ്റ് ഹാഫ് ഞാൻ കയറി വനിത വിനിതയിലെ കണ്ട. അപ്പം ഇതിനകത്തും വനിത വിനിത കാണിക്കുന്നുണ്ട് മറ്റേ ഒരു സീൻ്റെ. അതെ വനിത വിനിത എല്ലാ പടത്തിന്റെ സെലിബ്രേഷൻ നടക്കുന്നത് വനിത വിനിതയിലായതുകൊണ്ട്. അപ്പൊ മറ്റേ അവിടെ പോയി തിരിച്ചുവരവ് കാണാൻ വേണ്ടി ഒരു അതുപോലെ എനിക്ക് സംസാരിക്കേണ്ട മറ്റൊരു വിഷയമാണ്. അതായത് ഈ സിനിമയുടെ കണ്ടന്റ് സിനിമയ്ക്കുള്ളിലെ സിനിമ എന്ന് പറയുന്ന എലമെന്റ് ഉണ്ട്. നമ്മൾ ഈ കണ്ട ഒട്ടുമിക്ക സിനിമകളിലും സിനിമയ്ക്കുള്ള സിനിമ എടുക്കുന്ന സമയത്ത് ഇവരെടുക്കുന്ന പടങ്ങൾ ഈ സിനിമയ്ക്കുള്ളിൽ എടുക്കുന്ന പടങ്ങൾ എന്ന് പറഞ്ഞാൽ മലങ്കൾട്ട് പടം ഇല്ലേ, മലങ്കൾട്ട് പടവും അതിൻ്റെ പേരുകളും. എനിക്ക് പണ്ട് ഉദയനതരം കാണുമ്പോൾ അന്ന് പെയ്ത മഴയിൽ
എന്ത് ഇത് സീരിയല അതിന്റെ കണ്ടന്റ് തന്നെ ആ അത് അല്ല ഈ പല പടങ്ങളും ഇപ്പൊ ഞങ്ങള് ഇത് പടമുണ്ടല്ലോ നടികറിനകത്തൊരു പടം എടുക്കും, എന്നിട്ട് കുറെ ലാസ്റ്റ് ആ പടത്തിലെ കുറെ സീൻ കഴിക്കും നമ്മള് ഇത് എന്തുവാണ് എടുത്ത് വെച്ചേക്കുന്നത് എന്ന് തോന്നുന്ന പോലത്തെ, അത് സിനിമയ്ക്കുള്ള സിനിമ എടുക്കുന്നതാണ്. അപ്പോ അങ്ങനെ അതെനിക്ക് എപ്പോഴും തോന്നുന്നു എന്താണ് ഈ സിനിമയ്ക്കുള്ള സിനിമ കാണിക്കുമ്പോൾ ഇവർ ആക്ച്വലി ഇതിനെ സിനിമയ്ക്കുള്ള സിനിമ എടുക്കുന്ന പറയുമ്പോൾ നമ്മൾ വിചാരിച്ചത് എന്ത് പടമാണ് ഇവർ എടുക്കുന്നത്, അത് തന്നെ ഒരു ഭയങ്കര അതിനെ എപ്പോഴും ഭയങ്കര കോമിക്കലായിട്ട് അവതരിപ്പിക്കുന്നത്. ഇത് എടുത്തു പറയാൻ കാരണം അടുത്തിടയ്ക്ക് രണ്ട് പടം, അതായത് നമ്മൾ ആശാനും ഈ ആശകൾ ആയിരവും രണ്ടിനകത്തും സിനിമയ്ക്കുള്ള സിനിമയെ രണ്ട് വളരെ സിമിലർ സീക്വൻസസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിലേക്ക് വരുമ്പം അതിന്റെ പരിപാടികളിലേക്ക് അതെ അതിന്റെ ഡിസ്കഷനിൽ നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കുന്നതായിരിക്കും. അപ്പം അതിലുമുണ്ട് ഈ എലമെന്റ്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് അവിടെ പറയാം. ഇവിടെ ഞങ്ങൾ പറഞ്ഞത് ഇതിനകത്ത് ഇവർ പടം എടുക്കും തിരിച്ചു വരവെന്ന് പറഞ്ഞിട്ട് നമ്മളിത് കാണുമ്പോൾ ഇത് എന്താണ് ഇവർ ഇതിനെ കളിയാക്കുകയാണ് എന്ന് തോന്നുന്ന പോലെ, സിനിമയെ എടുക്കുന്നതിനെ കളിയാക്കിക്കൊണ്ടൊരു പടം എടുക്കുന്ന പോലെയാണ് നമ്മളെ കാണി. അത് മിക്ക പടത്തിലുണ്ട് ഈ സംഭവം. ആ സാധനം സെറ്റ് ചെയ്യുമ്പോഴും അതിന്റെ ക്ലൈമാക്സ് നമുക്ക് അറിയാം. മറ്റേ അസിസ്റ്റന്റ് ഡയറക്ടർ കഥ എഴുതി ജീവിത കഥകൾ ഏറ്റവും ഫേമസ് സാധനമാണ്. വർഷങ്ങൾക്ക് ശേഷം അതെ അതെ അത് സെയിം അല്ലേ ഇത് കാണിക്കുന്നത്? ജീവിതകഥകൾ എന്നാണ് ആ പടത്തിന്. ഇത് ഹിറ്റാ ഷുവറ. അതെ അതിൽ എനിക്കതിൽ ഏറ്റവും ഞാൻ തിയേറ്ററിൽ നിന്ന് ക്രിഞ്ച് അടിച്ച് പണ്ടടയുമ്പോൾ സീനാണെന്നറിയോ, ബേസിൽ ജോസഫ് തിയേറ്ററിൽ നിന്നിട്ട് സോറി സീനിലും ഭയങ്കര കൈയടിയ സാധനം. അപ്പൊ എനിക്ക് സിനിമയുടെ മാജിക് അല്ലേ? അതെ എനിക്ക് മറ്റേ ഇരുന്നിട്ട് മറ്റേ ഇങ്ങനെ തൊലി ഉരിഞ്ഞ് പോകുന്നൊരു ഫീലായിരുന്നു ആ സാധനം. അതായത് അങ്ങനെ കാണുമ്പോൾ ഇത് എന്തുവാണ് അത്. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് റിയാക്ഷൻസ് കുറെ കൂടെ ബെറ്റർ ആണ്. അതായത് ഇവര് തിയേറ്ററിൽ നിന്ന് ഈ പടം കാണുമ്പോഴത്തേക്ക് ആളുകൾ ചുമ്മാ അത്രേ ഉള്ളൂ. പക്ഷെ ആ പടത്തിനകത്ത് കുറെ കൂടി വർക്കാവും, കാരണം അതിനകത്ത് ഒട്ടുമിക്ക ക്യാരക്ടേഴ്സ് ഇതുപോലത്തെ വീട് ക്യാരക്ടേഴ്സ് ഒക്കെ ആണല്ലോ. പക്ഷെ വീട് ക്യാരക്ടർ അല്ല ഉദ്ദേശിച്ചത്, വീട് ക്യാരക്ടർ ആയി പോകുക. അത് തന്നെ ഇപ്പൊ നിവിൻ പോളിയുടെ ക്യാരക്ടർ എടുത്താൽ പോലും വീടാണല്ലോ ആ പടത്തിനകത്ത്. ആ പടത്തിനകത്ത് നിവിൻ പോളിയാണ് നമുക്ക് ഉണ്ടാകുന്ന ഒരു ആശ്വാസം. ഏതാ മൊത്തം പടത്തിന്റെ മൂഡിൽ അതാണ് ആശ്വാസം. ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ ഇവിടെ ആക്ച്വലി ഷറഫുദ്ദീന്റെ വന്നു കഴിയുമ്പോൾ ഞാൻ വിചാരിച്ച ഷറഫുദ്ദീൻ എന്തെങ്കിലും കുറച്ച് പുള്ളി വരുമ്പോ കുറച്ച് ഡയലോഗ് അവിടെ അതെന്നറിയോ, എഴുതി കഴിഞ്ഞപ്പോൾ ഷർഫ് ഇവരുടെ പണി കൊടുക്കണമെന്ന് പറയാൻ എഴുതി വെച്ച്, അത് കഴിഞ്ഞ് എഴുതി അവർ മറന്നുപോയി. പിന്നീട് ആ പണി കൊടുക്കണമെങ്കിൽ ഈ കാലയക്രം കറങ്ങി ഇവരുടെ ലൈഫിൽ ഇങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായി ഇവിടെ എത്തണമല്ലോ. അതിനുശേഷം വീണ്ടും എന്റെ റോള് വരുന്നത് ജനറിക് വില്ലനായി പോയി. പറയുന്നുണ്ട് ഇതുവരെ കിട്ടിയ എല്ലാ ചാൻസും നമ്മളാണല്ലോ കളഞ്ഞതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വിടുന്നുണ്ട്. അല്ല അത് തന്നെ ആ പിന്നെ ഷറഫുദ്ദീൻ വന്നപ്പോൾ എനിക്ക് കുറച്ച് എടാ പുള്ളിക്കാരൻ എന്തോ കുറച്ച് രസകരമാക്കുമെന്ന് തോന്നുന്നു. ആ വന്ന തുടക്കത്തിൽ കുറച്ച് സാധനങ്ങൾ കാണുമ്പോൾ ഓക്കെ എനിക്കറിയാം ഈ ക്യാരക്ടർ കുറച്ച് രസമാകും ചിലപ്പം മുമ്പോട്ട് പോകുമ്പോൾ തോന്നി. പക്ഷേ പുള്ളിയും ആ 2-3 സീൻ കഴിയുമ്പോഴത്തേക്കും പിന്നെ പുള്ളി വരുന്ന പിന്നെ ജനറിക് ആയിട്ടുള്ള സെക്കൻഡ് ഹാഫിലേക്ക് അവസാനത്തിൽ ലൈസൻസ് ഡ്രൈവിംഗ് ലൈസൻസ് ആ ലൈൻ പടമാകുമെന്ന് ലൈസൻസ് പ്ലേറ്റ് ഒരു പേര് പുതിയ പടവും പരിഹാരം തീർന്ന് കാണാത്ത ആളാണ്. അല്ല പുതിയ പേര് ലൈസൻസ് പ്ലേറ്റ് അടുത്ത പടത്തിൽ ഇറക്കാം. അതിന്റെ ലൈൻ അതിൽ കുറച്ചുകൂടെ എനർജി ഉള്ള ഒരു പടമാണല്ലോ. അപ്പൊ ഒരുപാട് പേർക്ക് അത് വർക്കായില്ല പടം, പക്ഷെ അത് കുറച്ച് നമുക്ക് കണ്ടിരിക്കാൻ രസമുള്ള പടമാണ്. അപ്പൊ അതിന്റെ ഒരു എനർജി ഇതിന് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു സിമിലർ ഒരു ഫൺ പടം കിട്ടും. ഇവർ ആക്ച്വലി ഇതിന്റെ മേക്കേഴ്സിന്റെ മനസ്സിൽ തന്നെ ഇതൊരു ഒരു കുടുംബചിത്രം എടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം കുടുംബചിത്രം നമ്മളിപ്പോൾ ഇതിനു മുമ്പുള്ള പിന്നെ പ്രൊമോഷൻ മെറ്റീരിയൽ എല്ലാം കാണുമ്പോൾ ടീസറിലും ട്രെയിലറിലും എല്ലാം കാണുമ്പോൾ ജയറാമേട്ടൻ കാരണം ആ സീനുണ്ടല്ലോ ഏതാ ഇതാണ് ആക്ടിങ് എന്ന് പറയുന്ന സാധനം പടത്തിലില്ലല്ലോ. അപ്പൊ പടത്തിൽ ഞാൻ വിചാരിച്ചു ഇവർ രണ്ടുപേരും വെള്ളം അടിക്കുമല്ലോ, മറ്റേ വെള്ളം അടിച്ച് മറ്റേ രണ്ടുപേരുടെ പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു. ഞാൻ ശരിക്കും അത് നമ്മൾ ടീസറിൽ കണ്ടപ്പോൾ ഇത് കൊള്ളാലോ എന്ന് തോന്നിയ സാധനമാണ്. പടത്തിൽ ആ സീൻ ഇല്ല. ആ സീൻ എനിക്ക് തോന്നുന്നു, എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇവർ ആ രണ്ടുപേരോട് ചലഞ്ച് ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ആയിരിക്കാം ഇത് നടന്നിരിക്കാവുന്നത് എന്ന് തോന്നുന്നു എനിക്ക്. അതെ അതെ ഏകദേശം പറയുന്നില്ലേ. ആക്ച്വലി പൊട്ടൻഷ്യൽ ഉള്ള കുറെ സിറ്റുവേഷൻസ് ഉണ്ട്. ബട്ട് നമ്മളിത് സ്ക്രീനിൽ കാണുമ്പം ഇതിന്റെ ഡയറക്ഷൻ ആണെങ്കിലും ഇതിന്റെ റൈറ്റിങ്ങിലൊക്കെ ഭയങ്കര കുറച്ച് ഫ്ലാറ്റ് ആണ്. നമുക്ക് അങ്ങനെ ഒരു എനർജി കിട്ടാത്ത ടൈപ്പ്. എനിക്ക് തോന്നുന്നു കുറച്ചധികം ഇവർ ആക്ടേഴ്സിന്റെ പുറത്ത് റിലൈ ചെയ്യുവാണ് ഈ മെറ്റീരിയൽ കുറച്ച് എനർജി ആക്കാം. ഫസ്റ്റ് ഹാഫില് കാളിദാസ് ഉള്ളത് കൊണ്ട് കുറെ സീൻസിനൊക്കെ ഒരു എനർജി ഉണ്ട്. അതിന്റെ റൈറ്റിങ്ങിനോ ഡയറക്ഷനിലോ അങ്ങനെ ഭയങ്കര ഒന്നും ഇല്ലെങ്കിലും എനിക്ക് പുള്ളിയെ വർക്കായിരുന്നു. പക്ഷെ ഈ സെക്കൻഡ് ഹാഫിലൊക്കെ വന്ന് ആക്ച്വൽ ആക്ടിങ് കാഴ്ച വെക്കണമല്ലോ. ഫസ്റ്റ് ഹാഫിലൊക്കെ മോശം നടനാണ്, ഞാൻ അഭിനയിക്കാൻ അറിയാത്ത ഒരാളായിട്ടാണ്. അതുകൊണ്ട് അതിനകത്തൊരു ഫൺ ഉണ്ട്. പക്ഷെ സെക്കൻഡ് ഹാഫിൽ ആക്ച്വൽ ആക്ടിങ് കാഴ്ച വെച്ചിട്ട് എല്ലാവരുടെയും കയ്യടി നേടുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവിടെ വർക്കായില്ല. കാളിദാസിന്റെ ആക്ടിങ് അത്ര അവിടെ എന്തോ വർക്കായി. അത് വർക്കായിരുന്നെങ്കിൽ ഇപ്പം ജയറാമിന് അങ്ങനെ ഒരു സീനുണ്ട്, അത് കുറച്ച് ഓക്കെയാണ്. ജയറാമേട്ടൻ എങ്ങനെയാണോ പുള്ളിയുടെ കാര്യം പുള്ളി വൃത്തിയായിട്ട് ചെയ്തിട്ട് പുള്ളി പോയിട്ടുണ്ട്.
പക്ഷെ ഞാൻ പുള്ളിയുടെ ഈ ടീസർ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് പുള്ളിയിൽ നിന്ന് കുറച്ചുകൂടെ ഒരു ഹ്യൂമർ, അതായത് ഇവരുടെ രണ്ടുപേരും നമ്മൾ ഈ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ വെച്ച് കമ്പാരിസൺ ചെയ്യല്ല നമ്മൾ. പക്ഷെ എന്നാലും നമ്മൾ അറിയാം ഇവർ രണ്ടും മെറ്റ എലമെന്റ് എന്നല്ല ചേട്ടാ, ബിജിഎമ്മും ഞാൻ പറഞ്ഞ മെറ്റ എലമെന്റും ആ റെഫറൻസ് അല്ല ഉദ്ദേശിക്കുന്നത്. ആ ഒരു വൈബ് ഉണ്ടല്ലോ ഇവരുടെ ഒരു ഗിവ് ആൻഡ് ടേക്ക്. ഈ അച്ഛന്റെ മോനെ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഈ പടത്തിൽ ഇല്ല. അതാണ് കുറച്ച് ഡിസ്റ്റന്റ് ആണ്. ഇവർ രണ്ടും സ്ക്രീനിൽ വന്നാലും ഈ വളരെ ക്ലിഷ. ഇപ്പൊ ജയറാമേട്ടൻ കാളിദാസൻ അല്ലായിരിക്കും ആദ്യത്തെ കാസ്റ്റിംഗ്. അതുകൊണ്ട് ആ ഇനിഷ്യൽ സ്ക്രിപ്റ്റ് ഉണ്ട്, ആര് വേണേ വന്ന് അഭിനയിക്കാന്നൊരു സ്ക്രിപ്റ്റും പിന്നെ ചിലപ്പോൾ ഇവർ വന്നപ്പം ആഡ് ചെയ്ത് അങ്ങനെ കിടക്കുന്നു ഇപ്പം നമ്മൾ ഫൈനൽ വേർഷൻ. അതുകൊണ്ട് ഈ അവിടെ ഇവിടെയൊക്കെയാണ് ഇവർ തമ്മിലുള്ള ഇന്ററാക്ഷൻസിന്റെ ഈ മെറ്റാ പരിപാടികളൊക്കെ വരുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അച്ഛനും മകൻ എന്നുള്ള ലൈൻ ജനറിക് റൈറ്റിംഗ് ആണ്. എനിക്ക് തോന്നുന്നത് ഇപ്പൊ നമ്മൾ അതുപോലെ വേണമെന്നല്ല, എന്നാലും ഇത് അതൊരു പ്ലസ് പോയിന്റ്. അതായത് ഇവർ രണ്ടുപേരുടെയും ഈ കൊച്ചു സന്തോഷങ്ങളിൽ നിന്നുള്ള എലമെന്റ് അച്ഛൻ മകൻ കോമ്പിനേഷൻ നന്നായിട്ട് വർക്കായിരുന്നു. നമുക്ക് ആ കൊച്ചു പയ്യനായ സമയത്ത് അത് നല്ല രസമായിരുന്നു ആ സീനുകളൊക്കെ. നമുക്കിപ്പോൾ ഇവർ വലുതായി കഴിഞ്ഞതിന് ശേഷം അതേ സാധനം റെപ്ലിക്കേറ്റ് ചെയ്യണം എന്നുള്ള ഉദ്ദേശിക്കുന്നത്. ഇവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഈ അച്ഛൻ മകൻ ഒരു ഗിവ് ആൻഡ് ടേക്ക് കുറച്ചധികം സീനുകൾ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറെ കൂടെ അത് രസകരമാക്കാൻ പറ്റുമായിരുന്നു. ഇവരുടെ ഈ പടത്തിന് വേണ്ടിയുള്ള കുറച്ച് ഇന്റർവ്യൂസിനകത്ത് ഇവരുടെ കുറച്ച് ഡിമാൻഡ് സാധനമുണ്ട്, അത് തന്നെ കുറച്ച് നല്ല രസമുള്ള സാധനമാണ്. അതുപോലെ ആടിയത് മതി കുറെ. ഈ മറ്റേനകത്ത് ഇങ്ങനെ അച്ഛൻ ഞാനൊരു പാമ്പിനെ കണ്ടു ആ സാധനമില്ല, അങ്ങനൊരു അതുപോലെ അങ്ങനൊരു ഇവര് സ്ക്രീനിൽ വരുമ്പോൾ ഒരു രസം മൊമെന്റ് നമുക്ക് കുറവായിരുന്നു. നമ്മൾ ഈ സത്യനന്ദിക്കാടിന്റെ ഒക്കെ പടങ്ങളുടെ എലമെന്റ് വെക്കുമ്പം ഈ കഴിഞ്ഞ ഇറങ്ങിയ രണ്ട് സാധനം ഇപ്പൊ സർവമായ ആണെങ്കിലും ഹൃദയപൂർവ്വം ആണെങ്കിലും അതിനകത്തെ പ്രൈം കോസ്റ്റാഴ്സിന്റെ ഒരു കെമിസ്ട്രിയുടെ പുറത്താണ് ആ പടത്തിന്റെ വലിയൊരു എലമെന്റ്. ലാലേട്ടനും മറ്റേ സംഗീത് ഇവിടെ എടുക്കുവാണെങ്കിൽ അവരുടെ സീനിലേക്ക് വരുമ്പോൾ ഒരു രസമുണ്ട്. ആ ഒരു രസം ഈ സിനിമയെ സംബന്ധിച്ച് ജയറാമേട്ടൻ കാളിദാസ് എന്നാണ് കിട്ടേണ്ടത്. അതെ, ആക്ച്വലി അതാണ് എനിക്ക് തോന്നുന്നു മെജോറിറ്റി ഓഫ് ആൾക്കാർ എക്സ്പെക്ട് ചെയ്തു. ഈ സിനിമയ്ക്ക് വരുന്നതിന് മുമ്പ് ആൾക്കാർക്ക് ഉള്ള ഒരു മുൻവിധിയല്ല ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ജയറാമേട്ടനും കാളിദാസ് ജയറാമും കൂടെ വരുമ്പോൾ അവർ തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകളിൽ ഒരു രസമുണ്ടാവും എന്നുള്ളതാണ്. ബട്ട് അത് നമുക്കിവിടെ ഭയങ്കര മിസ്സിംഗ് ആയിരുന്നു. കാര്യം അത് ഒന്നാമത്തെ കാര്യം ഇവരുടെ രണ്ടുപേരും ക്യാരക്ടർ എഴുതിയിരിക്കുന്നതും ഇങ്ങനെ അച്ഛൻ വരുമ്പോൾ മകനില്ല, മകൻ വരുമ്പോൾ അച്ഛനില്ല എന്നുള്ള ലൈനിൽ രണ്ടുപേരും അധികം സംസാരിക്കാത്ത ലൈൻ ഓഫ് ആൾക്കാരായിട്ടാണ് പ്രസന്റ് ചെയ്യുന്നത്. ചില ഇന്ററാക്ഷൻസ് ഒക്കെ മറ്റേ ആ ഒരു ആക്സിഡന്റ് ഉണ്ടാക്കിയിട്ട് തിരിച്ച് അതൊക്കെ ഭയങ്കര ഒരു വിയേർഡ് പ്രസന്റേഷൻ ആയിരുന്നു. അതിപ്പോ പറയുന്നത് മറ്റേ ഒരു തരത്തിലും ഇവർ തമ്മിൽ ഒരു കണക്ഷൻ ഇല്ലാത്ത ലൈനിലാണ് ഇങ്ങനെ അത് പെട്ടെന്ന് വീട്ടിൽ വരുന്നു. എന്നിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു സീനല്ല അതിനകത്ത് ഉണ്ടാവേണ്ട. അല്ലെ ഇവൻ ചുമ്മാ വീട്ടിലൊന്നും ചിപ്സ് ഒക്കെ കഴിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവന്റെ ക്യാരക്ടർ എന്താണെന്ന് പോലും മനസ്സിലാകുന്നില്ല അതിന്റെ ഒരു. അപ്പൊ അങ്ങനെ കുറച്ച് സംഭവം. പക്ഷെ ഇത് ആക്ടിങ്ങിന്റെ ഇഷ്യൂ ആയിട്ടാന്ന് തോന്നിയില്ല. അവിടെ എല്ലാവരും ഒരു ഡീസന്റ് പെർഫോമൻസ് ഉണ്ട്. ഇപ്പൊ ഇൻക്ലൂഡിങ് ആശിശരത്തിന്റെ റോളാണേലും പുള്ളിക്കാരത്തിൽ എനിക്ക് കുറച്ച് നല്ല മൊമെന്റ്സ് ഉള്ളതായിട്ടുണ്ട്. ഒരു അമ്മ മൊമെന്റ്സ്, മറ്റേ ഇവൻ വന്നിട്ട് പട്ടി ഷോ കാണിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് നല്ല സാധനം അവര് തമ്മിൽ എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അമ്മ മകൻ ഈ അച്ഛൻ മകനൊക്കെ കൂടുതൽ കുറച്ച് അവരുടെ കുറച്ച് സാധനങ്ങൾ വർക്കായി. അതായത് അച്ഛനൊക്കെ കൂടുതൽ കാളിദാസിന് ഡയലോഗ്സ് ഉള്ളത് അമ്മയായിട്ട്. അപ്പൊ അവരുടെ മൊമെന്റ്സ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് റൈറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നി. പക്ഷെ ഈ കുറച്ചുകൂടെ വർക്കാവേണ്ടത് അച്ഛൻ മകൻ മൊമെന്റ്സ് ആയിരുന്നു തോന്നി. അത് തന്നെ എനിക്ക് പിന്നെ തോന്നിയത്. ഇപ്പം അത് ഇനിഷ്യലി ഇല്ലെങ്കിലും ഈ ഒരു പോയിന്റിൽ നിന്ന് അച്ഛൻ ഞാൻ ആ ജോലി അങ്ങോട്ട് വിട്ടു. ഇനി ആ മൊമെന്റിൽ നിന്ന് പോലും പിന്നീട് അങ്ങോട്ട് അവിടെ ആകുമ്പോൾ ഇവർക്ക് സംസാരിക്കാനുള്ള സ്പേസ് ആയി. അച്ഛനും മകനും ഇപ്പോൾ ഒരേ അവസ്ഥയിൽ നിൽക്കുക. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്ക് ഇന്ററാക്ട് ചെയ്യാം കുറച്ചുകൂടെ കൂടുതലായിട്ട്. പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നത് ആ പഴയ ലൈനിൽ തന്നെ ഇവർ രണ്ടുപേരും ഇങ്ങനെ സഞ്ചരിക്കുന്നത് അതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇവർക്ക് രണ്ടുപേരും രണ്ടുപേരും കൂടെ ഒരു പ്ലാൻ ഇടുകയാണ്. ആദ്യം ആര് സിനിമയിലെത്തുന്നു, മറ്റേ ആള് ജോലിക്ക് പോകണം. അത് ഈ പറയുന്നില്ല ആ സീൻ ഈ പറയുന്ന പോലെ നല്ല പൊട്ടൻഷ്യൽ ഉള്ള സീനാണ്. പക്ഷെ അത് കുറച്ച് ആവറേജ്. എനിക്ക് കുറച്ച് സാധനം അത് വർക്കായിരുന്നു അതിനകത്ത്. ഇപ്പം പിന്നെ ജയറാം പറഞ്ഞ ഡയലോഗ് ഞാൻ തിരിച്ചു പറയുന്നത് ആ സാധനമൊക്കെ രസമുണ്ടായിരുന്നു. ഈ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റോറി എലമെന്റ് വേസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇനി ഈ പടം ചെയ്യാൻ പാടാം. എങ്ങനെ ഈ എലമെന്റ് നമ്മൾ പ്രസന്റ് ചെയ്താലും ഇത് മറ്റേ പടത്തിന്റെ കോപ്പി ചെയ്യാന്ന് പറയും. അതുകൊണ്ടായി ഒരു സബ്ജക്ട് എടുക്കുമ്പോൾ അത് മാക്സിമം എക്സ്പ്ലോർ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു നല്ല രസകരമായ പടം കിട്ടിയാണ്. അതെ, നല്ല എനിക്ക് തോന്നുന്നു. അതേപോലെ ഇതുപോലെ ഒരുപാട് ഇപ്പം ഈ സർവമായ തന്നെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ വലിയ സംഭവങ്ങളൊന്നും ഇല്ല, ചെറിയ പടമാണ്. അതിന് ഇത്രയും കളക്ഷനും ആളുകളും കയറി കണ്ട് അത്ര വിജയിപ്പിച്ചില്ല. അതേപോലെ ഈ പടത്തിന് അങ്ങനെ ഒരു വിജയം കിട്ടേണ്ടതായിരുന്നു. അതിനുള്ള സാധനം ഇതിനകത്തുണ്ട്. നമ്മൾ ചെറിയ പരിപാടിയാണ്, പക്ഷെ അതെടുത്തിട്ടത് അത് ചുമ്മാ രസകരമാക്കായിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ ഒരു ഫാമിലി ഓഡിയൻസിന് നല്ല രീതിയിൽ വർക്കാവുന്ന അവർ കാണുമ്പോൾ ആടെ ഒരു നല്ല സിനിമ ഫസ്റ്റ് ഹാഫിന്റെ ഒരു രസം അല്ല അവര് മൊത്തത്തിൽ കണ്ടു നിൽക്കുമ്പോൾ അവർക്ക് മറ്റേ കിട്ടുന്ന ഫീൽ ഇതാ. ഒരു നല്ല സിനിമ ഞങ്ങൾ കണ്ടു. ഇപ്പൊ ഞങ്ങൾ തിയേറ്ററിൽ പോലും ഫാമിലി ഓഡിയൻസ് ആയിരുന്നു കൂടുതൽ. അവർക്ക് ഇഷ്ടപ്പെടുന്നു തോന്നുന്നു. അവർ ഒരുപാട് പേര് കണ്ട് ഒരുപാട് സ്ഥലത്ത് ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവർക്കത് വർക്കാവുന്നുണ്ടെന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലായി.
അപ്പോൾ അവർ ഈ പടം കണ്ടിറങ്ങി ആരോട് ഒരാൾ പറയുന്നത് നല്ല സിനിമയാണ്, ഫാമിലിയായിട്ട് പോയി കാണാൻ പറ്റുന്ന സിനിമയാണ് എന്ന് പറയുന്നത് ലൈൻ ഓഫ് ഒരു പടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാമിലീസിന് ഡെഫിനറ്റ്ലി തിയേറ്ററിൽ പോയി കണ്ടു നോക്കാവുന്നൊരു പടമാണ് ആശകൾ. അതായത് ഒരു പരിധി വരെ ആളുകൾ ഫാമിലിക്ക് കാണാമെന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങളും സിനിമയ്ക്കകത്ത് ഇല്ല എന്നൊരു മനസ്സിൽ കാണുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അങ്ങനത്തെ ഒരു പടമാണ്. അതെ. പിന്നെ സിനിമയുടെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ പറ്റി പറയുമ്പോൾ നമുക്കങ്ങനെ എനിക്ക് ഈ ഡയറക്ഷൻ ആണെങ്കിലും സിനിമാറ്റോഗ്രഫി ഒക്കെ കുറച്ച് അത്ര നമുക്ക് എടുത്ത് 14 രാവിന്റെ തന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്തെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ അത് പടം ഓൾറെഡി ആ മൂഡിലാണല്ലോ, അപ്പൊ ആ മൂഡിൽ തന്നെ അതുകൊണ്ടാണ് ഭയങ്കര സിനിമാറ്റിക് ആക്കാനുള്ള ശ്രമങ്ങളില്ല. കുറച്ചുകൂടെ ഇത് റിയൽ ആക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. പക്ഷെ റിയലിസ്റ്റിക്കും അല്ല, പ്യുവർ സിനിമാറ്റിക്കും അല്ല, അതിന് രണ്ടിന്റെ ഒരു ഇടയിൽ നിൽക്കുന്നൊരു. എനിക്കൊരു ദിവസം ഷാജ റിലീസ് ചെയ്താൽ പോലും കൈയ്യടി കിട്ടും ഭയങ്കരമായിട്ട്. അല്ല, ആ പാട്ട് ആക്ച്വലി എനിക്ക് ഭയങ്കര ഡിസപ്പോയിന്റിംഗ് ആയിരുന്നു. ഞാനത് വന്നപ്പോൾ ഇതെന്താ ഇങ്ങനെ എന്ന് തോന്നി. അത് വീണ്ടും പാടിച്ചോണ്ടാ, വേറെ ഒന്നുമല്ല. അതെ, ഒറിജിനൽ പാട്ടാണ് ഉപയോഗിച്ചതിൽ തന്നെ കുറച്ച് രസമായിരുന്നു തോന്നിയത്. അത് തന്നെ. പിന്നെ ആ സീൻ ഇപ്പൊ ഇവര് ചേട്ടൻ പറഞ്ഞ പോലെ എന്തെങ്കിലും അതിന്റെ പുറത്ത് റൈറ്റ്സിന്റെ ഇഷ്യൂ അങ്ങനെ മാത്രമല്ല അതിനകത്ത് സീനും എനർജി കുറവാണ്. അതുകൊണ്ട് അതിനകത്തൊന്ന് ഡാൻസ് പരിപാടിയൊക്കെ കളിക്കുമ്പോഴും ഈ ജയറാമേട്ടനെ പഴയ സ്റ്റെപ്പൊക്കെ ഇടാനുള്ള ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ അതിങ്ങനെ എല്ലാം ഇങ്ങനെ ഒരു അതെ, അത് അവരുടെ മനസ്സിലുള്ള മൊമെന്റ് മനസ്സിലായി. ഇത് നമ്മൾ പഴയ പടത്തിന് വേണ്ടി ഒരു ചെറിയ ഹൊമാച്ച് കൊടുക്കുന്നു എന്നുള്ള സംഭവമാണ് മനസ്സിലായി. പക്ഷെ അത് അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ മറ്റേ ജൂഡ് ആന്റണി ക്രിയേറ്റീവ് ഡയറക്ടർ എന്നുള്ള ലൈനിൽ ജൂഡ് ആന്റണി ജോസഫിനെ ഉപയോഗിച്ചുകൊണ്ട് പുള്ളി കോറേറ്ററും കൂടെ ഈ പാപ്പ അങ്ങനെയുള്ള കുറച്ച് മൊമെന്റ്സ് അതായത് ഈ ഒരു സ്റ്റോറി ലൈനിന്റെ അകത്ത് ഇതൊന്ന് ക്രിയേറ്റീവ്ലി പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതായത് മെറ്റാ റെഫറൻസ് എലമെന്റുകളെല്ലാം ഈ പടത്തിൽ എങ്ങനെ ആഡ് ചെയ്യാം. മറ്റേ സാധനമല്ല, നീ മറ്റേ ഓഡീഷന് പോകുന്നുണ്ടോ? ഞാൻ പോകുന്നില്ലെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പോകുന്നുണ്ട്, വേണേ ആ സാധനമൊക്കെ ഡ്രോപ്പ് ചെയ്യാം, ഞാനും പോകുന്നുണ്ട് എന്ന് പറയുന്നത്. ആ സാധനങ്ങളൊക്കെ നോക്കിങ്ങനെ അത് ആ ക്ലിപ്പ് മാത്രമായിട്ട് കണ്ടാൽ നല്ല രസമുള്ള. അതെ, അങ്ങനെ വരും. ഇപ്പം മകൾ എന്ന് പറഞ്ഞ പടത്തിനകത്ത് കുറച്ച് ഇങ്ങനെ ഹിറ്റായ കുറച്ച് ക്ലിപ്സ് ഉണ്ട്, എല്ലാവർക്കും എന്നെ മതി എന്നുള്ള സാധനം. അപ്പൊ അങ്ങനെ കുറച്ച് ക്ലിപ്സ്, കുറച്ച് അതായത് ഒരു സീൻ അല്ലെ, ഒരു സീൻ ഒരു 2 ഷോട്ട് അല്ലെങ്കിൽ 3 ഷോട്ടിന്റെ ഒരു സീക്വൻസ് അതിങ്ങനെ പടത്തിന് ഇത് കൊള്ളാലോ എന്ന് തോന്നുന്ന ടൈപ്പ് ഓഫ് പരിപാടികൾ ഇങ്ങനെ കിടക്കുന്നുണ്ട് പടത്തിൽ. പക്ഷെ മറ്റേ ഓവറോൾ ഇങ്ങനെ ഒരു മട്ടിലാണ് ഈ പടം നിൽക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ഇതിന്റെ ബീജിയും പല സ്ഥലത്തും പല ചില ബീജം കേൾക്കുമ്പോൾ ഇതെന്താ ഇത് ഇവിടെ അത് നമ്മൾ അത്രയും നോട്ടീസ് ചെയ്യുന്ന പോലെ അല്ല. അതിങ്ങനെ പടത്തിന്റെ ഒരു പടത്തിന്റെ തണുപ്പും മട്ടിൽ തന്നെ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്. അല്ല, അത് ചില ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത് ഈ അച്ഛനും മോനും ഒരുമിച്ച് ഉണ്ടല്ലോ ഇവർ തമ്മിൽ കൊച്ചു സന്തോഷങ്ങളുടെ മ്യൂസിക് പലയിടത്ത് ഇട്ടിട്ടുണ്ട് അവർ. പിന്നെ ഈ ജയറാമിന്റെ ക്യാരക്ടറിന്റെ ആ ഒരു ഇതുണ്ടല്ലോ, പുള്ളി പണ്ട് ഇത് ആഗ്രഹിച്ചിരുന്നു, അതൊക്കെ നമുക്ക് ഭയങ്കര ഈ പ്രെഡിക്റ്റബിൾ ഫാക്ടറിനകത്ത് വരുന്ന വീണ്ടും ചില വീട്ടുകാര്യങ്ങളിനകത്ത് ആ ഒരു സ്റ്റോറി ലൈൻ ഉണ്ട്, അച്ഛനും മോനും. പക്ഷെ അവിടെ ഡയലോഗ് ഉണ്ടല്ലോ, അതായത് എന്നെക്കാൾ മികച്ച നടൻ അച്ഛനാണ് എന്ന് പറയുന്ന ഡയലോഗും ഈ പടത്തിന്റെ അകത്ത് ഉപയോഗിക്കുന്നുണ്ട് അവർ. പിന്നെ മറ്റേ നമ്മൾ സ്ഥിരം ജീത്തു ജോസഫ് സാറിന്റെ പടത്തിന് പറയുന്നൊരു സംഭവമുണ്ട്, എല്ലാവരും ഒന്ന് ഇരുന്ന് സംസാരിക്കാൻ പറഞ്ഞു. പക്ഷെ തിയേറ്ററിൽ പോയി ഇരുന്ന ആ ഒരു വലിയൊരു ഇമോഷണൽ സീനുണ്ട്. ജയറാമിന്റെ ബാക്ക് സ്റ്റോറി മുഴുവൻ പറയുന്നു, അത് അവിടെ ഇരുന്ന് ആ 2 ഷോട്ടിൽ തീർത്തവര്. എന്തിനാണ് കാണിക്കുന്നത്? പിന്നെ എഴുതിട്ട് ഓടി നടന്ന് പറയണം. മനസ്സിലായി സംഭവം പിടി കിട്ടിയ. അതായത് ഓൾറെഡി ആളുകൾക്ക് ഈ അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന സീനിനകത്ത് ഒരു എനർജി ഉണ്ടാക്കാൻ, എനർജി എന്തെങ്കിലും, അല്ലെങ്കിൽ ആ സീനിനകത്തൊരു ഡ്രാമ കാണാൻ ആളുകൾക്ക് മടിയാ. അപ്പൊ അതിന്റെ ഏറ്റവും ബേസിക് ഡ്രാമയാണ് ഇരുന്നുകൊണ്ട് 2 പേര് സംസാരിക്കുന്നത്. അപ്പൊ ആ സീനിനെ നമ്മൾ കവർ ചെയ്യുമ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ അതിനകത്തൊരു ഒന്നുകിൽ ക്യാമറ മൂവ്മെന്റോ ആക്ടേഴ്സിന്റെ മൂവ്മെന്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സീനകത്തൊരു മൊത്തത്തിലൊരു എനർജി ഉണ്ടാവും എന്നുള്ള സംഭവമാണ്. അത് നമ്മൾ ജിത്തു ജോസഫിന്റെ പടങ്ങളെ പറ്റി ഒരുപാട് പറയാനുണ്ട്. ഇപ്പൊ ലാസ്റ്റ് വലതുവശത്തെ നമ്മൾ സംസാരിച്ചത് അതിനെപ്പറ്റി. ഞാൻ കണ്ടു, ഒരാളെ കണ്ടുള്ളൂ. ഇതാന്ന് തോന്നുന്നു പടത്തിന്റെ മീൻസ് ആണ് ഈ പെരുന്തച്ചൻ കോംപ്ലക്സ്. അത് ബ്രേക്ക് ചെയ്യാന്നുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. നമ്മളെല്ലാരും പ്രതീക്ഷിക്കുന്ന പെരുന്തച്ചൻ കോംപ്ലക്സ് കാരണം അച്ഛൻ അങ്ങോട്ട് ചതിക്കും. പക്ഷെ ഇത് തിരിച്ച് അത് മനസ്സിലാണ്. അല്ല, അങ്ങനെ അത്രയും ഇതായിട്ട് പോകത്തില്ല നമുക്ക് ആദ്യം മനസ്സിലാവും. ഇത് ഇതിന്റെ ലൈറ്റ് ഹാർട്ടഡ് പടമല്ലേ, അപ്പൊ അതിങ്ങനെ ശ്രമിച്ചു വിടുന്ന. എനിക്ക് പേഴ്സണലി ഷറഫുദ്ദീൻ വന്ന സീനുകളിലെ കുറച്ച് ചെറിയ ചെറിയ തമാശകൾ ഇടുമല്ലോ പുള്ളി കയ്യിൽ നിന്ന്, അതൊക്കെ രസമുണ്ട്. ഇല്ല, അത് തന്നെ. അപ്പൊ അത് ഞാൻ പറയാം, ആ സീനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഷറഫുദ്ദീന്റെ ക്യാരക്ടർ നിൽക്കുമ്പോൾ ആ ഏരിയ നമുക്ക് കുറച്ച് രസമായിരിക്കും പടത്തിന്റെ. മറ്റേ ലൈനില്ല, നീ എന്നെ അടിച്ചാൽ നീ ചായ അടിച്ചാൽ എന്നെ അടിക്കണം ആ സാധനം. ഷറഫുദ്ദീന്റെ നാച്ച പുള്ളി വരുമ്പോഴത്തേക്കും നമുക്ക് വിചാരിക്കുന്നു ഇവിടുന്ന് സിനിമയ്ക്ക് അടുത്ത രസകരമായ പരിപാടിയിലേക്ക് ആ സാധനങ്ങളൊക്കെ പുള്ളിയുടെ കയ്യിൽ നിന്നുള്ള സാധനമായിരിക്കും. അതെ, പുള്ളി വന്നിട്ട് പുള്ളിയുടെ ഭാഗമായിട്ട് ഒരുപാട് സാധനങ്ങൾ ഇടുമല്ലോ.
അതായത് പുള്ളി വന്നിട്ട് അഭിനയിക്കുന്ന സീനുണ്ട്, ഏതാ മറ്റേ ഇമോഷണലായിട്ട് ആ കൊച്ചിനെ പോയത് അഭിനയിക്കുക, അത് ഭയങ്കര രസമാണ്. ഞാൻ ചിരിച്ചത് അതായത് പല സീനുകളിലും അത് കണ്ടെത്തുമ്പോഴേക്കും ഞാൻ ആശാൻ ആദ്യം കണ്ടപ്പോ അതേപോലെ ഒരു മൊമെന്റ് ആശാന്റെ ഇങ്ങനെയുള്ള സിനിമകളുടെ ഇങ്ങനൊരു സീൻ വെക്കണം. അതായത് ഒരു നടൻ ഒരു സീൻ അഭിനയിക്കാൻ ശ്രമിക്കുന്ന മറ്റേ നമ്മളിപ്പോൾ മിക്ക പടത്തിൽ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന ഒരു ഈ ആൾക്ക് അഭിനയിക്കാൻ അറിയത്തില്ല, പക്ഷെ പുള്ളി സൂപ്പർ സ്റ്റാർ ആണ് എന്ന് പറഞ്ഞ് സിനിമയ്ക്കുള്ള സിനിമ പറയുന്ന മിക്ക പടത്തിലുണ്ടല്ലോ ഒരു ക്യാരക്ടർ. ആ ക്യാരക്ടറാണ് ഈ പടത്തിൽ ഷാറുഖ് ഖാന്റെ ക്യാരക്ടർ. അതിന്റെ ഏറ്റവും പീക്കാണ് സരോജ് കുമാർ. സരോജ് കുമാർ. സരോജ് കുമാറിലുണ്ട് മറ്റേ എന്തുവാ തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ ആരെയും ഞാൻ പെറുക്കിയെടുത്തു ആ സീനില്ല. അതായത് ഒരു സീൻ അഭിനയിക്കാൻ ശ്രമിക്കുന്നു, നടക്കുന്നില്ല, ചുറ്റും നിൽക്കറി ചിരിക്കുന്നു. ഈ സംഭവം തൊന്നക്ക് പഞ്ചായത്ത് ആക്ച്വലി അഴകരവണ സീനാണ്. എനിക്ക് നാളെ അടി വന്ന് കമന്റ് ഏത് പടത്തിലാണ് ഞങ്ങൾ സരോജ് കുമാർ മറ്റേ ഉദയനാണ് തരത്തില്ല. അത് നീ പറഞ്ഞത്, ഞാൻ പറഞ്ഞത് തോന്നക്കൽ പഞ്ചായത്ത്. അങ്ങനെ പറ, അത് തടി വന്ന് കമന്റ് അടിക്കുമെന്ന് അല്ല, ഇതേ ലൈൻ ഓഫ് പടങ്ങളിലുള്ള സീനാന്ന് പറഞ്ഞത്. ഓവറോൾ പടം അത്രയും മോശമല്ല, എന്നാലും ഗംഭീരം എന്ന് പറയാനും പറ്റത്തില്ല. ഇത് ഇറങ്ങുമ്പോ വലിയ കുറ്റം പറയാത്തൊരു ഓഡിയൻസ് ഉണ്ട്. അങ്ങനെ ഒരു ലൈൻ ഓഫ് പടമാണ്. അല്ല ഇപ്പോഴും നമുക്ക് വലിയ വിഷമമൊന്നുമില്ല, കണ്ടിറങ്ങിയ നമ്മളെ ഒരുപാട് മുഷിപ്പിച്ച് ഒരു ഭയങ്കരമായിട്ട് ബോറടിപ്പിച്ച് അങ്ങനെയല്ല. ഇതിങ്ങനെ ഒരു തണുപ്പം മട്ടിൽ ഇങ്ങനെ ഓടി അങ്ങ് പോകുന്നു. കുറെ കൂടി എക്സ്പെക്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇൻഫാക്ട് ആ ഫസ്റ്റ് സീൻ രസം ഉണ്ടായിരുന്നു. ഇവര് പടം എടുക്കാൻ വേണ്ടി തുടക്കം മറ്റേ ആ സീനിൽ അവിടെ രസം ഉണ്ടായിരുന്നു. മറ്റേ ഈ പടം പോലെ പുള്ളിയുടെ ഫസ്റ്റ് പടം, അതിനകത്തും ഫിലിം മേക്കിംഗ് ആണല്ലോ, വടക്കൻ സിനിമ. അതിന്റെ ഒരു രസം ഫൺ ഈ ഫസ്റ്റ് സീൻ്റെ അകത്തുണ്ടായിരുന്നു. മറ്റേ പോലീസുകാർ മറ്റു പറയുമല്ലോ അടുത്ത വർക്ക് എന്നെ കൂടെ അടി, അത് ആക്ച്വലി റിയൽ ലൈഫ് ഒരുപാട് പേര്. അതെ നമ്മളിങ്ങനെ തന്നെ നമ്മളിപ്പോൾ പറയുന്നത് ആരുണ്ട്, നമ്മളിങ്ങനെ ഷോർട്ട് ഫിലിമൊക്കെ എടുക്കുന്ന പറയുമ്പോഴത്തേക്കും ആണോ അങ്ങനെയാണ് എനിക്കൊരു വേഷം തരണം. ഇത് പറയാത്ത ആൾക്കാരല്ല, അപ്പൊ വേഷം തരാൻ വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ അയ്യോ മോനെ ഞാനത് ചുമ്മാ പറഞ്ഞാണ് എനിക്കങ്ങനെ താല്പര്യം. അത് എന്റെ ഷൂട്ടിങ്ങിന് പലരും ചോദിക്കുമല്ലോ. നായിക ഈ പടത്തിൽ നായിക അല്ല, ഒരു ജയറാമിന് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് എന്നുള്ള ലൈനിലാണ് അവതരിപ്പിക്കുന്നത്. ഇഷാനി കൃഷ്ണല്ലേ? അതെ, പുള്ളിക്കാരുടെ സീൻ വളരെ കുറച്ചേ ഉള്ളായിരുന്നു, പക്ഷെ അത് വൃത്തിയായിട്ട് ചെയ്തിട്ട് അവര് അവരുടെ പഠനം പോയിട്ടുണ്ട്. ലാസ്റ്റ് അവരാണ് രക്ഷകരായിട്ട് വരുന്ന സിനിമ വേണ്ടി. ആക്ച്വലി അത് ആ സീനും ശ്രദ്ധിച്ചു. അത് ഇന്റർവെൽ തുടങ്ങുമ്പോൾ ഗോകുലം ഗോപാലിന്റെ അടുത്തിരുന്നിട്ട് ഇത് പറയുകയാണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു, അപ്പൊ സിനിമ അങ്ങനെ തുടങ്ങുമായിരുന്നെങ്കിൽ നമുക്കിത് ഓൾ പിക്ചറിൽ അങ്ങനെ കാണാമല്ലോ. പക്ഷേ സെക്കൻഡ് ഹാഫിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ല, അത് സെറ്റ് ചെയ്യുന്നത് മനസ്സിലായോ? ഇവിടെ എടുക്കുന്ന പടത്തിൽ ഇവർ രണ്ടുപേരും നമുക്കത് പ്രെഡിക്റ്റബിൾ ആ എലമെന്റ് ലാസ്റ്റ്. അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ച് മറ്റേ ഷൂട്ടിങ്ങിന് എന്തെങ്കിലും സീൻ കാണിക്കുന്നത്, പക്ഷേ ഷൂട്ടിംഗ് കാണിക്കാതെ ഇവരെ മറ്റേ ക്ലാബോർഡ് അടിക്കുന്നത് പടം കട്ട് ചെയ്തു. സ്വപ്നങ്ങൾക്ക് ഒരു വാല്യൂ ഇല്ല. ഫസ്റ്റ് അതെ. സോ അപ്പോൾ സിനിമ കാണാത്തവർ തിയേറ്ററിൽ പോയി കണ്ടു നോക്കുക, ഫാമിലി ആയിട്ട് പോയി കണ്ടു നോക്കാവുന്ന സിനിമയാണ്. അങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് വലിയ ഒരു നഷ്ടമൊന്നും വരാത്ത ടൈപ്പ് ഓഫ് ഒരു പടമാണ്. ഒരു വൺ ടൈം വാച്ചബിൾ സിനിമയാണ്. അപ്പോൾ പടം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയുക. ചേട്ടൻ എന്തെങ്കിലും പറയാനുണ്ടോ? നമ്പരോ അങ്ങനെ എന്തെങ്കിലും? നമ്പറല്ലേ 450 ഒരു നമ്പർ കിട്ടിയില്ലേ? അപ്പോൾ മൊത്തം കാണുകയാണെങ്കിൽ ഈ നമ്പർ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. എന്തിനാണ് ഈ നമ്പർ പറയുന്നത്? അവസാനം വരെ ഇത് കാണുന്നുണ്ടെന്ന് അറിയാം. എന്താ ബുദ്ധിയുള്ളവർക്ക് ഇതാ ഓടിച്ച് അവസാനം എന്ത് വെച്ചാൽ ഈ നമ്പർ കിട്ടുമല്ലോ. ഏതൊരു സൈറ്റ് ഉണ്ടെന്ന് അവന്റെ ക്ഷമയെ നമ്മൾ എന്താ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അടുത്ത പടത്തിന്റെ ഡിസ്കഷനുമായിട്ട് വീണ്ടും മടങ്ങി വരാം.